എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൊട്ടിയൂർ മഹാത്മ്യം അറിയാലോ. ഇപ്പോൾ ഭയങ്കരമായിട്ട് ജനങ്ങൾ പോകുന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അപ്പോൾ ഞങ്ങളും പോയി കൊട്ടിയൂർക്ക്. കൊട്ടിയൂർ പോകുന്ന വഴിക്ക് തന്നെ വയനാട്ടിൽ പോയിട്ട് തിരുനെല്ലിയിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടാണ് പോയത്. അതിനെക്കുറിച്ച് പറയാമെന്ന്. ഓക്കെ. വിശ്വനാഥപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, കൊല്ലാട്ടി, ഇരിഞ്ഞാലക്കുട. അവിടെ നിന്നാണ് തത്വമസി ട്രാവൽസിൻ്റെ യാത്ര പുറപ്പെടുന്നത്. രാത്രി വൈകിട്ട് 7 മണിക്ക് 2 ബസ്സുകളിലാണ് യാത്രക്കാരുണ്ടായിരുന്നത്. ഞങ്ങൾ കോഴിക്കോട് ചുരമൊക്കെ കയറി, കോഴിക്കോട് വഴി ചുരം കയറിയിട്ട് താമരശ്ശേരി ചുരം കയറി രാവിലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രമായ തിരുനെല്ലിയിലെത്തി. അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നടന്ന് അമ്പലത്തിൽ എത്തിച്ചേർന്നു. അമ്പലത്തിൽ മുഖ്യമായും വരുന്നത് തൊഴാനും, പിന്നെ അവിടെ പ്രായമായവർ ബലിതർപ്പണങ്ങളൊക്കെ ചെയ്ത് പിതൃക്കൾക്ക് സ്വർഗപ്രാപ്തി ലഭിക്കാനും വേണ്ടിയാണെന്നാണ് അതിൻ്റെ ഭക്തരുടെ വിശ്വാസം. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം കേരളത്തിൽ വയനാട് ജില്ലയിൽ ബ്രഹ്മഗിരി മലനിരകളുടെ അടിവാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രതിഷ്ഠ അവിടുത്തെ മഹാവിഷ്ണു, സ്ഥലം തിരുനെല്ലി, മലനിരകളുടെ ബ്രഹ്മഗിരി മലകളിലാണ് ഉള്ളത്. ദക്ഷിണകാശിയിൽ നിന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഇതിൽ മുഖ്യമായും എത്തുന്നത് പിതൃതർപ്പണത്തിന് വേണ്ടിയിട്ടാണ്. പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് സമീപം പാവനാശിനി തീർത്തുണ്ട്. അതിൽ ബലിതർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ പിതൃക്കളുടെയൊക്കെ ആത്മാവ് സ്വർഗത്തിലെത്തുന്നതാണ് പറയുന്നത്. ഞങ്ങൾക്ക് അവിടെ കാണാനായിട്ട് ഭാഗ്യം സിദ്ധിച്ചത് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. രാവിലെ ശിവലി വിഗ്രഹം ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് അതിൻ്റെ ഇതാണ് കാണുന്നത്. 3 വലം വയ്ക്കും. വലം വെച്ച് അമ്പലത്തിനകത്തേക്ക് പോയി ചേരും. ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, കാലത്തെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ്. അവിടെ വരുന്നവർക്കൊക്കെ ഭക്ഷണമുണ്ട്. വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. മേലെന്ന് ചുറ്റും മലകളുടെ വളരെ വശ്യമായിട്ടുള്ള ഈ ഭംഗി കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നുന്നൊരു പ്രകൃതിയാണ് ഈ അമ്പലം. വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെയൊരു അമ്പലം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതുതന്നെ അത്ഭുതമാണ്. ഇപ്പോൾ ഈ അമ്പലം പുനർനിർമ്മാണത്തിൻ്റെ പാതയിലാണ്. മേൽ അമ്പലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെമ്പോല പതിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് അവിടുത്തെ ഭക്തർ പറഞ്ഞത്. ചുറ്റും നോക്കിയാൽ ഈ കാണുന്ന ബ്രഹ്മഗിരി മലകൾ എത്ര മനോഹരമാണെന്ന് നോക്കി. ഇവിടെ ഇങ്ങനൊരു അമ്പലം, പല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലം പണി കഴിപ്പിച്ചു എന്നുള്ളതൊക്കെ വളരെ അത്ഭുതകരമാണ്. ഉള്ള തൂണുകളിലാണ്, കരിങ്കൽ തൂണുകളിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. പല ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. രാജാക്കന്മാർ വളരെയധികം വന്യജീവികളൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് എങ്ങനെ ഇങ്ങനൊരു അമ്പലം മുന്നേ ഉണ്ടായി എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. ഇപ്പോൾ ഇവിടെ ചെറിയ ലോഡ്ജും കടകളൊക്കെ ഉണ്ട്. ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു, വളരെ നെല്ല് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അമ്പലം. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന് ചുറ്റും കാണാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പതുക്കെ റോഡ് വഴി ഇറങ്ങി അടുത്ത അത് കൊട്ടിയൂർക്കുള്ള യാത്രയാണ്. ബസ് എടുക്കുന്നിടത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ പോകുമ്പോഴേക്ക് ദൈവത്താർ മണ്ഡപം, അത് പ്രതികർമ്മങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കാര്യമാണെന്നാണ് തോന്നുന്നത്. കൂടുതൽ ആരോടും ചോദിച്ചറിയാൻ പറ്റിയില്ല. അറിയുന്നവർ ഈ വീഡിയോൻ്റെ കമാൻഡിലൂടെ അറിയിക്കുക ദൈവത്താർ മണ്ഡപം എന്താണെന്നുള്ളത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫോട്ടോ തിരുനെല്ലിയിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ ഉണ്ണിയപ്പക്കട, വളരെ പ്രസിദ്ധമായുള്ള ഉണ്ണിയപ്പക്കടയാണ്. അവിടെ കയറി ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചു.
ഉണ്ണിയേട്ടൻ്റെ ഒട്ടിക്കുമ്പക്കടാന്നാണ് കൂടി യാത്ര ചെയ്തിരുന്നവരൊക്കെ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലും വളരെ പ്രശസ്തമാണെന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടെ നിന്ന് ഉണ്ണിയപ്പം വാങ്ങുകയുണ്ടായി. അവിടുന്ന് യാത്ര തിരിച്ച് കൊട്ടിയൂരെത്തിയിട്ട് അവിടെ അക്കരെ കൊട്ടിയൂർ ദർശനം നടത്താനായിട്ട് നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് മഴ കൂടുതലെന്ന് വെച്ചിട്ട് മറ്റേ റെയിൻകോട്ടൊക്കെ ധരിച്ചിരുന്നു. ചെരുപ്പിടാൻ പാടില്ല, കോട്ടൊന്നും ധരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള വിശ്വാസമാണ് അവിടെയുള്ളത്. ഞങ്ങൾ ക്യൂവിൽ 2 മണിക്കൂർ നിന്ന് നേരിട്ട് പോയി തൊഴാൻ വേണ്ടിയിട്ട്. ഈ യാഗശാലയാണ്. വളരെയധികം ആൾക്കാരുണ്ട്. കർണാടകത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ വളരെയധികം ഉണ്ടായിരുന്നു. നമ്മൾക്ക് പിന്നെ അവിടെ കുറേ നേരം നിന്നപ്പോൾ ആകെ ഞങ്ങൾക്ക് കൃത്യസമയത്ത് തിരിച്ചു പോരും വേണം. കാര്യം ടൈം ഇന്ന സമയത്ത് ബസ്സിലെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം ആ ക്യൂവിൽ നിന്ന് ഇറങ്ങി പതുക്കെ സാധാരണ വഴി കൂടെ ഇറങ്ങി വെള്ളത്തിലിറങ്ങി ആ യാഗശാലയുടെ ചുറ്റും നടന്ന് അവിടുന്ന് തൊഴുകയൊക്കെ ചെയ്ത് പുറത്തേക്ക് കിടന്നു പോയി. അപ്പോൾ ഈ കോട്ടൊക്കെ ധരിച്ച കാരണം അതിന് എതിരഭിപ്രായം പറഞ്ഞ് കോട്ടൊന്നും ധരിക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പുറത്തേക്ക് കയറി തൊഴുത് ഞങ്ങൾ പോരുകയാണ് ചെയ്തത്. ഭയങ്കര സമയം തിരക്കുണ്ടായിരുന്നു. ഇതിലും വളരെ തിരക്കാണ് മറ്റുള്ള ദിവസങ്ങളിലെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്കത് ഇത് വളരെ തിരക്കായിട്ട് തോന്നി. ഞങ്ങൾ എന്തായാലും തൊഴുത് അവിടെ കല്ലിലൂടെയൊക്കെ നടക്കും. ഈ ഭാഗത്തൊന്നും അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ റോഡിൽ നിറച്ച് ഈ ചെറിയ മെറ്റലൊക്കെ വിരിച്ച് കാലുമൊക്കെ കല്ല് കയറി നടക്കാൻ പറ്റാണ്ട് ഉള്ളൊരു അവസ്ഥയായിരുന്നു. അവിടെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സ്ത്രീകൾക്ക് കുഴപ്പമില്ല, കോട്ടൊക്കെ ഇട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷേ പുരുഷന്മാരെ അമ്മക്കൽ തറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ കല്ലൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയി കണ്ട് അതിന് ചുറ്റും വലം വെച്ച് ഈ യാഗശാലയുടെ ചുറ്റും വലം വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്. ഇതാണ് സ്ഥലം. അക്കരക്കൊട്ടിയൂർ പോയി തൊഴുതു. ഇനി ഇക്കരക്കൊട്ടിയൂർക്കുള്ള യാത്രയാണ്. ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അവിടെയും പറഞ്ഞ ഭയങ്കര തിരക്കായിരുന്നു. അവിടുന്ന് ഞങ്ങളുടെ ബസ്സിലേക്ക് തിരിച്ചു പോന്നു. യാത്ര തുടങ്ങി. പിന്നെ അടുത്തത് പോകാൻ പറ്റുമെന്ന് കരുതിയില്ല. എന്തായാലും പറശ്ശിനിക്കടവും മുത്തപ്പനെയും കൂടി കണ്ട് തിരിച്ചു പോരാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ അവിടെ പറശ്ശിനിക്കടവും മുത്തപ്പനും കണ്ട് തിരിച്ചു പോന്നു.